ഹരേ കൃഷ്ണ. എന്താണ് അഷ്ടപ്രകൃതി? ഏതൊക്കെയാണ് അവ? ഏത് ഭഗവാന്റെ മൂലമന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് അഷ്ടപ്രകൃതി? ഇത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓം എന്ന പ്രണവമന്ത്രം ആ, ഉ, മ എന്ന അക്ഷരങ്ങൾ ചേർന്നതാണ്. ആ മഹാവിഷ്ണുവിനെയും, ഉ കൈലാസനാഥനെയും, മ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം അഷ്ടപ്രകൃതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രകൃതിയുടെ നാഥനാണ് വിഷ്ണു ഭഗവാൻ. അഷ്ടപ്രകൃതി എന്നാൽ പഞ്ചഭൂതങ്ങൾ. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, മനസ്സ്, ബുദ്ധി, ചിന്ത എന്നിവ ചേർന്നതാണ്. ഓം നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രമാണെങ്കിൽ ഓം നമോ നാരായണായ അഷ്ടാക്ഷരി മന്ത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. 8 അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അഷ്ടാക്ഷര മന്ത്രമായി കണക്കാക്കുന്നത്. അഷ്ടാക്ഷര മന്ത്രത്തിൽ ഓം കൂടി ചേർന്നാലേ 8 അക്ഷരമാകുകയുള്ളൂ. ഓം എന്നാൽ ഓംകാരമാണ്. ഓംകാരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. നര എന്നാൽ ജലം, നാരായണൻ എന്നാൽ ജലത്തിൽ വസിക്കുന്നവൻ. ഓം നമോ നാരായണ എന്ന മൂലമന്ത്രം പ്രപഞ്ച സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനും ചൈതന്യ സ്വരൂപനുമായ വിഷ്ണു ഭഗവാനെയായി ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രമാണ്. മനഃശുദ്ധിയോടെ, ശരീരശുദ്ധിയോടെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമാകുകയാണ്. ഏതാപത്തിൽ നിന്നും ഭഗവാൻ നമ്മെ കരകയറ്റുന്നു. ഭഗവാൻ സദാ കൂടെയുണ്ടെന്ന വിശ്വാസമാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിലൂടെ സാധ്യമാകുന്നത്. അഷ്ടാക്ഷരി മന്ത്രം സിദ്ധി മന്ത്രമാണ്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഫലം സിദ്ധിക്കുമെന്ന് ഉറപ്പാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഗുരുമുഖത്തു നിന്നും ഉപദേശങ്ങൾ തേടേണ്ടതില്ല. ആർക്കും ജപിക്കാം. ഈ മന്ത്രം ജപിക്കുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. ദിവസവും 108 തവണ ഓം നമോ നാരായണായ ജപിക്കുകയും അതോടൊപ്പം എഴുതുകയും ചെയ്താൽ ഫലസിദ്ധി പ്രദായകമാണ്. രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ ഉണർന്നാൽ ഉടനെയും പ്രപഞ്ചനാഥനായ വിഷ്ണു ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം ഏതാപത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ കൂടെ തന്നെ ഉണ്ടാവണമെന്ന പ്രാർത്ഥനയാണത്. ഓം നമോ നാരായണായ നിരവധി തവണ അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ ജീവിത ദുരിതങ്ങൾ അകന്ന് മനഃശാന്തിയും സമാധാനവും നന്മയും രോഗശാന്തിയും കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. വ്യാഴദശയുടെ കാഠിന്യം കുറയ്ക്കാൻ ദിവസവും 108 തവണ അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. അഗസ്ത്യമുനിയുടെ ശാപത്താൽ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ഗജമായി മാറി. 1000ഓളം വർഷം കാലിൽ കടിച്ചു കിടന്ന മുതലയിൽ നിന്ന് ഗജേന്ദ്രന് മോക്ഷം കിട്ടിയത് ഓം നമോ നാരായണ എന്ന മൂലമന്ത്രത്തിന്റെ ശക്തിയാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു. ദിവസവും ഓം നമോ നാരായണായ ജപിക്കുന്നത് കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ജപിക്കാം ഓം നമോ നാരായണായ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.